മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അവിശ്വസനീയവും അതേസമയം അപ്രതീക്ഷിതവുമായ ഒരു സന്ദേശം രാജ്യത്തിന് നൽകി. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ അർദ്ധരാത്രിക്ക് തൊട്ടു മുൻപ്, അതായത് 12 മണിക്ക് കൃത്യം 8 മിനിറ്റ് ബാക്കി നിൽക്കെ 11:52 ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കി. അദ്ദേഹം ആ വീഡിയോ സന്ദേശം പുറത്തിറക്കിയത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ക്യാമറ വെച്ചിട്ടില്ല, മറിച്ച് ജെൻസിയോട് സംവദിക്കുന്ന രീതിയിൽ മൊബൈൽ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ, നമ്മൾ സെൽഫി എടുക്കുമല്ലോ, അതേപോലെ സെൽഫി മോഡിലേക്ക് മാറ്റിയിട്ടാണ് ആ വീഡിയോ എടുത്തത്. ആ വീഡിയോയിൽ പറയുന്ന കാര്യം, ഈ ചോദ്യപേപ്പർ ചോർന്നത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാർ അതിനെ അതീവ ഗൗരവമായി കാണുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള കേസ് നടപടികളുണ്ടാകും, വിചാരണകളുണ്ടാകും. ഇപ്പോൾ തന്നെ ആ കുറ്റവാളികളെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉച്ചാരണം അറിയാമല്ലോ, ഫ്രണ്ട്സ്, ഇതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഈ സമര പരിപാടികളും അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാരിനോട് സഹകരിക്കണം എന്നാണ് അദ്ദേഹം ഈ സെൽഫി ക്യാമറ വെച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് ജെൻസിയോട് സംസാരിക്കുന്ന ഭാഷ തന്നെ അല്ലേ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം എപ്പോഴും ജെൻസിയുടെ ആയുധം എന്താണ്, അവരുടെ ഉപകരണം എന്താണ്, അവരുടെ ജീവിതം എന്താണ്? എപ്പോഴും മൊബൈൽ ഫോണിൽ തന്നെയാണ് അവരുടെ ജീവിതം തുടങ്ങുന്നതും ഒരു ദിവസം അവസാനിക്കുന്നതും. രാവിലെ എഴുന്നേറ്റ മൊബൈൽ ഫോൺ, രാത്രി വരെ മൊബൈൽ ഫോൺ. അത് ജോലിക്കായി ഉപയോഗിക്കുന്നുണ്ട്, പഠിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്, വിനോദത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൗമാരക്കാരടക്കമുള്ളവരാണ്. അതുകൊണ്ട് അവരോട് സംവദിക്കണമെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെ, അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംവദിക്കണമെന്ന് മോദിയോട് ആരെങ്കിലും ഉപദേശിച്ച് കാണണമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ 11:52 വന്ന് ഇങ്ങനെയൊരു സെൽഫി വീഡിയോ സമൂഹ മാധ്യമങ്ങളിലേക്ക് കൊളുത്തിവിടുകയില്ലല്ലോ. അദ്ദേഹത്തിന്റെ രീതി നമുക്കറിയാം. കൃത്യം 8 മണിക്കാണ് മൻ കി ബാത്ത് നടക്കുന്നത്. അദ്ദേഹം പത്രസമ്മേളനങ്ങളെ അഭിമുഖീകരിക്കുന്നയാളല്ല, മൻ കി ബാത്തിൽ കൂടി പറയാനുള്ള കാര്യങ്ങൾ പറയുന്നയാളാണ് നരേന്ദ്രമോദി. ഇങ്ങോട്ടുള്ള ചോദ്യമൊന്നും വേണ്ട, അങ്ങോട്ട് കേട്ടിരുന്നാൽ മതി. റേഡിയോ പോലെ, റേഡിയോ കേൾക്കുമ്പോൾ എന്താണ്, നമ്മൾ കേട്ടിരിക്കുക മാത്രമാണ്, റേഡിയോയോട് ചോദിക്കാൻ കഴിയില്ലല്ലോ. അതേസമയം പത്രസമ്മേളനമാണെങ്കിൽ പത്രപ്രവർത്തകർക്ക് ചോദിക്കാം, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ താങ്കൾ മറുപടി പറയുന്നത്, ഈ മറുപടി തെറ്റല്ലേ, ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത് എന്ന് പത്രപ്രവർത്തകർക്ക് ചോദിക്കാം. ആ ഒരു ഗ്യാപ്പ് അടച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പത്രപ്രവർത്തകരിൽ നിന്ന് മാറി നിൽക്കുന്നത്, മാധ്യമ സമ്മേളനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് റേഡിയോയെ ആശ്രയിക്കുന്നത്. റേഡിയോ ആകുമ്പോൾ കേൾക്കുന്നവന് പകരമൊന്നും ചോദിക്കാൻ കഴിയില്ല, കേട്ടിരിക്കുക മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം റേഡിയോയെ ഒരു സംവേദന, ഒരു മാർഗമായി തിരഞ്ഞെടുത്തത്, ഒരു മീഡിയയായി തിരഞ്ഞെടുത്തത് റേഡിയോയാണ്. അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ കൂടിയാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുത്ത സമയമാണ് 11:52 എന്ന് പറയുന്ന സമയം. എങ്ങനെയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ആലോചിക്കാം. അത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ഒരു ജെൻസിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ, അയാളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അയാൾ സ്വസ്ഥനായി വീട്ടിൽ വന്നെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ജോലി സ്ഥലത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം ഒരു 12 മണിക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് നോക്കും. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകൾ എന്ന് കിടക്കുന്നതിന് മുൻപായി നോക്കും. അതുകൊണ്ട് 10 മണി വരെയാണല്ലോ മിക്കവാറും ഷിഫ്റ്റ് അവസാനിക്കുക, അല്ലെങ്കിൽ പല ഷിഫ്റ്റുകളും തുടരുന്നത് 12 മണിക്ക് കൂടിയാണല്ലോ. മോർണിംഗ് ഷിഫ്റ്റ് തുടരുന്നത് 12 മണിക്ക് കൂടിയാണല്ലോ. അതുകൊണ്ട് ഈ 12 മണി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗമുള്ള 11:30 ശേഷമുള്ള ആ സമയമാണ് അദ്ദേഹം തൻ്റെ സന്ദേശം നൽകാനായി തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. പ്രധാനമന്ത്രി നിർണായകമായിട്ടുള്ള അവസരങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം, അർദ്ധരാത്രിക്ക് മുൻപല്ല അദ്ദേഹത്തിൻ്റെ സന്ദേശം വന്നിട്ടുള്ളത്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് അർദ്ധരാത്രിക്ക് മുൻപല്ല അദ്ദേഹത്തിൻ്റെ സന്ദേശം വന്നിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം വന്നത് അർദ്ധരാത്രിക്ക് മുൻപല്ല, 8-നും 9-നും ഇടയ്ക്കുള്ള ഏകദേശം ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ മിക്കവാറും പുറത്തു വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ, നരേന്ദ്രമോദിയുടെ ഒരു സന്ദേശം ഇത്തരത്തിൽ അർദ്ധരാത്രിക്ക് തൊട്ട് മുൻപായി വരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ഒരു നടപടിയെ CJP, കോക്രോച്ച് ജനതാ പാർട്ടി വിമർശിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്നാണ് CJP വ്യക്തമായിട്ടുള്ള അശുതോഷ് പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ് CJPയുടെ പ്രധാന ആവശ്യം.
അത് എന്തുകൊണ്ട് അങ്ങ് ഈ ഒരു ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ടുള്ള ഈ ഒരു സന്ദേശത്തിൽ കൂടി ഞങ്ങളുടെ ആ ഒരു ആവശ്യത്തിന് മറുപടി നൽകിയില്ല? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അശുതോഷ് കുറച്ചുകൂടി പരിഹാസപൂർവ്വം പറയുന്നു, അങ്ങ് ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചില്ല എങ്കിൽ അങ്ങേക്ക് ഈ മൊബൈൽ ഫോൺ പിടിച്ചു തന്ന ആ ക്യാമറാമാനെയെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്യൂ, ഒന്ന് പുറത്താക്കൂ എന്നാണ് അശുതോഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതിനുശേഷം പിന്നീട് ഇതാ വരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയുടെ വിമർശനം. ഈ സെൽഫി വീഡിയോയ്ക്കെതിരായി, സെൽഫി വീഡിയോ എടുത്ത് കളിക്കുന്നത് കൊച്ചുകുട്ടികളാണ്, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി സെൽഫി വീഡിയോയിൽ കൂടെ പറയേണ്ടതല്ല, അത് പാർലമെന്റിലാണ് പറയേണ്ടത്. പാർലമെന്റിൽ പറയേണ്ട കാര്യം സെൽഫി വീഡിയോയിൽ കൂടെ എടുത്തത് തീർച്ചയായും വിമർശന വിധേയമാക്കേണ്ടതാണ് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സെൽഫി വീഡിയോയ്ക്ക് എതിരായി പറഞ്ഞ കാര്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് അശുതോഷിനെ പിന്തുണച്ചുകൊണ്ട് മല്ലികാർജുന ഖാർഗെ ചോദിക്കുന്നു. മാത്രമല്ല, ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട, ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെ സെൽഫി വീഡിയോയിൽ കൂടി എടുത്ത് പ്രചരിപ്പിക്കുന്നതിന് പകരം പാർലമെന്റിൽ വരൂ, പാർലമെന്റിൽ വന്നിട്ട് അതേക്കുറിച്ച് സംസാരിക്കൂ, ആധികാരികമായി സംസാരിക്കൂ. വെറും ഒരു സെൽഫി വീഡിയോയിൽ കൂടി എടുക്കുന്നതിന് എന്ത് ആധികാരികതയാണുള്ളത്? അതേസമയം റേഡിയോ ആണെന്ന് പറയുന്നത് സർക്കാർ സംവിധാനമാണ്, അതിൽ കൂടി പറയാൻ കഴിയും. അല്ലാതെ സെൽഫി വീഡിയോയിൽ കൂടി പറയുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല എന്ന രീതിയിലാണ് മല്ലികാർജുന ഖാർഗെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 11:52 ഇന്നലത്തെ 11:52 അർദ്ധരാത്രിക്ക് ഏതാനും മിനിറ്റുകൾ മുമ്പുള്ള ആ ഒരു സെൽഫി വീഡിയോ, ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ സെൽഫി വീഡിയോ, ഫ്രണ്ട്സ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ സെൽഫി വീഡിയോ സമ്മിശ്രമായ പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടി പാർട്ടികൾ അതിനെ തള്ളിക്കളയുന്നു, കോൺഗ്രസ് അതിനെ തള്ളിക്കളയുന്നു. എന്നാൽ മറ്റു ചിലർ അതിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നു. കാരണം പ്രധാനമന്ത്രി പറയുന്നത് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ്, മാത്രമല്ല കുറ്റക്കാരെ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നവരും ഏറെയാണ്. ഫ്രണ്ട്സ്, मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.